അത്തൂട്ടിയാരെ എനിക്കറിയാം. അയാൾ ഒരു പാർട്ടിയിലും പെടാത്ത ഒരാളാണ്. നട്ടല് വിളക്കാതെ അഭിമാന ബോധത്തോടുകൂടി പറയുന്നു, ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല. You have a message. എന്റെ കൂടെ കൂടിയ ജീവിതം പാഴാകില്ലടി, നന്നാവേ ഉള്ളൂ. അപ്പൊ അവരങ്ങനെ പറഞ്ഞു, നമ്മൾ അങ്ങനെ ചെയ്തു. ഇപ്പൊ ഇങ്ങനെ പറയുന്നു, നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. രണ്ടായാലും ഉപകാരം നമുക്കാ. കൈലരിയുടെ ഒരു പ്രോഗ്രാം മമ്മൂക്ക ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ദുബായിൽ വെച്ച് നടന്നിട്ടുണ്ട്. അബുദാബിയിലായിരുന്നു ആ ഷോ നടന്നത്. അന്ന് ആ വേദി വെച്ചിട്ട് ജോജു ജോർജ് ഇറങ്ങിപ്പോയത് എന്താണെന്ന് നിങ്ങൾ ചോദിക്കണം. ഇവനായിട്ട് എനക്കൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ജോജുവിനെ ആ വേദി കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ചില കളികൾ കളിച്ചതിൽ ഒരു പ്രധാനി പിഷാരടി ആയിരുന്നു. നിന്റെ എല്ലാ വിശേഷങ്ങളും അറിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുള്ളത്. തള്ളേ പാവ ദേവികരെ പുറത്ത് ഈ കുതിര കയറിയല്ലേ. അതിന് എത്ര വൃത്തികെട്ട മനസ്സോട് കൂടിയിട്ടാണ് ഈ രമേഷ് പിഷാരടി അവിടെ കളിച്ചതെന്നുള്ള കാര്യം നിങ്ങൾ ചോദിക്കണം. എനിക്ക് ആ ഒരു ദേഷ്യം മനസ്സിലുണ്ട്. അന്ന് അത് അറിഞ്ഞപ്പോ ഉണ്ടായ ദേഷ്യത്തിന് തന്നെ കൈ കിട്ടിയിരുന്നെങ്കിൽ മാത്രമല്ല, അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തെങ്കിലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടോ, അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. ഇവനെ എന്തുകൊണ്ട് ഞാൻ നേരത്തെ മനസ്സിലാക്കില്ല? രമേഷ് പിഷാരടി പറഞ്ഞതിന്റെ ക്രക്സ് എന്ന് പറയുന്നത് അഖിൽമാരാര് എപ്പോഴും അഭിപ്രായം മാറ്റി ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കില്ല എന്നുള്ളതാണ് അയാൾ പറഞ്ഞതിന്റെ അർത്ഥം. അല്ല ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. ബ്ലോക്ക് പഞ്ചായത്തില് ആ ഒരു അന്ന് കോൺഗ്രസ് ആയിരുന്നേ. എടാ, നീ മേക്ക് ഇൻ ഇന്ത്യ പറഞ്ഞ് നടക്കുന്ന സമയത്ത് വല്ല പണിക്കും പൊക്കൂടെ? അല്ല, ഒറ്റയ്ക്ക് മത്സരിച്ചത്, സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചത്. കോൺഗ്രസിന്റെ പഴയ യൂത്ത് കോൺഗ്രസിന്റെ പഴയ ഭാരവാഹിയല്ലേ? യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയായിരുന്നു. പക്ഷേ ഞാനൊരു കോമാളിയായോടാണല്ലോ. ബിഗ് ബോസിലാകുമ്പോ ഞാൻ അഖിൽമാരാർക്ക് ഇഷ്ടം പോലെ വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ വോട്ട് ചെയ്യില്ല, ഇലക്ഷന് വോട്ട് ചെയ്യില്ല. എന്ത് കളിയാടാ ഇത്? എടാ സോറി, ഞാൻ കളിയാക്കാൻ ചിരിച്ചല്ല. സാരമില്ല, ഇത് കേൾക്കുന്ന എല്ലാവരും ചിരിക്കാറുണ്ട്. കോൺഗ്രസ്സുകാരല്ലേ, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചവരല്ലേ അവിടെ മത്സരിക്കേണ്ടത്? രമേഷ് പിഷാരടിയോടെന്ന് ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ 2020 വേണ്ടി പ്രവർത്തിച്ചിട്ടല്ലോ അഖിൽമാരാർ ഇവിടെ കാൻഡിഡേറ്റ് ആയത്. 2020 ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, ബിഗ് ബോസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ പോയെന്ന്. അപ്പോൾ ഞാൻ രാവിലെ ഇറച്ചി കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വൈകിട്ട് ഇറച്ചി കഴിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ഇഷ്ടമാണ്. അത് ആരെയും ബാധിക്കുന്ന കാര്യമല്ല. അതിനല്ലേ പിഷാരടി പറഞ്ഞത്. ഇങ്ങക്ക് നാണമില്ലല്ലോ, എല്ലായിടത്തും വലിഞ്ഞു കയറി പൊയ്ക്കോളൂ. അഖിൽമാരാർ ഒരു നിലപാടില്ലാത്ത ഒരാളാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും റിയാക്ഷൻ? ഇവനെ പുകർത്താൻ എന്റെ തൂലിക ചലിപ്പിച്ചതിൽ ഞാനിപ്പോൾ ലജ്ജിക്കുന്നു. ഇനി ഞാൻ മാറ്റിയ നിലപാട് ഏതൊക്കെയാന്ന് പറഞ്ഞു. ഞാൻ ബിഗ് ബോസിൽ പോകില്ലെന്ന് പറഞ്ഞു, ബിഗ് ബോസിൽ പോയി. അത് നിലപാടാ. அந்த ரூல்ஸ் இஷ்டத்துக்கு அப்பப்ப மாத்திட்டே இருப்பேன். വിശ്വാസത്തിനൊരു രൂപമുണ്ടെങ്കിൽ അത് നീയാണ് കട്ടപ്പ. നിലപാട് എന്താണ്, ഒപ്പീനിയൻ എന്താണ്, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒപ്പീനിയൻ എന്താണെന്നൊക്കെ നിങ്ങളൊന്ന് പഠിക്കണം. ഞാൻ കേരളത്തിലെ യുവാക്കൾക്ക് ഒരു മാതൃകാ പുരുഷനാണ്. എ മോഡൽ യങ് ബോയ് ഓഫ് കേരള. അതിനുവേണ്ടി ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ ചിലപ്പോൾ സഞ്ചരിച്ചെന്നിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ.